ഹലോ ഓൾ, എല്ലാവർക്കും PK ലേണിംഗ്സിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ കെമിസ്ട്രി വിഷയത്തിൽ നിന്നും 2020 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങളെല്ലാം തന്നെ പരിചയപ്പെട്ട് വരികയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ 5ാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ളൊരു ഭാഗത്ത് നിന്നുമുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സെയിം ടോപ്പിക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ലോഹങ്ങളും അലോഹങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ മെത്തേഡ് ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഇൻ എ സെമി കണ്ടക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ചോദ്യം എന്ന് പറയുന്നത് പ്യുവർലി മെറ്റലിൽ നിന്നും അല്ലെങ്കിൽ നോൺ മെറ്റലിൽ നിന്നും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ചോദ്യം നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിളായിട്ട് ചേർക്കാൻ പറ്റുന്നത് മെറ്റൽസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ആയതുകൊണ്ട്, സിലിക്കണിനെ കുറിച്ച് ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്ത് പോകാം. ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മെത്തേഡ് ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഇൻ എ സെമി കണ്ടക്ടർ എന്നുള്ളതാണ്. ഒരു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ പറയുന്നതിൽ എന്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. ഇത് 30/2020 എന്ന് പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 2ൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ ഈ ചോദ്യത്തിൻ്റെ നമുക്ക് ഉത്തരം വരുന്നത് ഡോപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എന്താണ് ഡോപ്പിംഗ്, എന്താണ് സിലിക്കൺ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിപ്പോവാം അല്ലേ. ഈ സിലിക്കൺ എന്ന് പറയുന്നത് ഒരു മെറ്റലോയിഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളാണ്. അത് സിലിക്കൺ മാത്രമല്ല, ജെർമേനിയം, ഇവർ രണ്ടുപേരുമാണ് പ്രധാനമായിട്ടും സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന 2 എലമെൻറ്റുകൾ. ഈ കൂട്ടത്തിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടും നമുക്ക് സിലിക്കണിനെ കുറിച്ച് നോക്കാം. ഇതിൽ സിലിക്കൺ ആയാലും ജെർമേനിയം ആയി കഴിഞ്ഞാലും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 എണ്ണമാണ്. അപ്പോൾ സിലിക്കൺ ആറ്റോമിക് നമ്പർ 14 ആയിട്ടുള്ള ഈ സിലിക്കണിനെ സംബന്ധിച്ചിടത്തോളം 2, 8, 4 ഇങ്ങനെയാണ് നിൽക്കുക. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ഈ ഓരോരോ എലമെൻറ്റുകളും ഓരോരോ ആറ്റങ്ങളും അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കഷ്ടപ്പാടിലാണ് അല്ലേ. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവർക്ക് ഇലക്ട്രോണുകളെ വാങ്ങിക്കാം അല്ലെങ്കിൽ കൊടുക്കാം. ഇവിടെ നോക്കിയേ, 4 ഇലക്ട്രോണുകളുള്ള ഇയാൾക്ക് ഒന്നില്ലെങ്കിൽ സ്വീകരിക്കാം 4 എണ്ണം, അല്ലെങ്കിൽ ഈ 4 എണ്ണത്തിനെ കൊടുക്കാം. ഇങ്ങനെ 2 ചെയ്ത് കഴിഞ്ഞാലും ഇവരെന്താകും, ഈ പറയുന്ന കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ട് അവർ സ്റ്റേബിൾ ആകും. ഈ രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ സിലിക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ സിലിക്കണിൻ്റെ ഒരു ലാറ്റിസ് എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്ന കുറേ ആറ്റങ്ങളായിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യുന്നുണ്ടാവുക, അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു പ്രോപ്പർട്ടിയെ, സെമി കണ്ടക്ടറുകളുടെ ആ ഒരു കണ്ടക്ടിവിറ്റിയെ വർദ്ധിപ്പിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയുടെ പേരാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മെറ്റലുകൾ എന്ന് പറയുന്നത് നല്ല കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ആളുകളാണ്. അതേസമയം നോൺ മെറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കിനും അവർ മോസ്റ്റ് പ്രോബബ്ലി ഇൻസുലേറ്റേഴ്സാണ്. അവരെന്ത് ചെയ്യില്ല, കണ്ടക്ടിവിറ്റി കാണിക്കാണ്ടിരിക്കുന്ന ആളുകളാണ്. ഇത് രണ്ടും അല്ലാത്ത ഈ മെറ്റലോയിഡുകൾ സെമി കണ്ടക്ടറുകളാണ്. അതായത് ഇവർക്ക് ഈ പറയുന്ന നോൺ മെറ്റലുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കണ്ടക്ടിവിറ്റി ഉണ്ടാവും. എന്നാൽ അതേസമയം മെറ്റലുകളെ അപേക്ഷിച്ച് അത്രയും കണ്ടക്ടിവിറ്റി ഇവരൊട്ട് കാണിക്കുകയും ഇല്ല. അപ്പോൾ ഇവരുടെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത്, ഇതിൻ്റെ ആ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് ആ ആറ്റങ്ങൾക്കിടയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇംപ്യൂരിറ്റി ആഡ് ചെയ്യും. ആ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡോപ്പിംഗ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഇൻറ്റൻഷനലി, നമ്മൾ മനഃപൂർവ്വം അതിനകത്തേക്ക് എന്തെങ്കിലും സ്മോൾ എമൗണ്ടിൽ ഇംപ്യൂരിറ്റി അതിനകത്തേക്ക് ആഡ് ചെയ്യും. അതായത് സിലിക്കണിൻ്റെ ആ ഒരു സെറ്റപ്പിനകത്തേക്ക് സിലിക്കൺ അല്ലാതെ മറ്റേതെങ്കിലും ഒരു എലമെൻറ്റിനെ നമ്മൾ അതിനകത്ത് കൊണ്ട് ആഡ് ചെയ്യും. പ്രധാനമായിട്ടും ഫോസ്ഫറസ്, ബോറോൺ തുടങ്ങിയിട്ടുള്ള ആളുകളെയാണ് ഇതിനകത്ത് നമ്മൾ ഇംപ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന സിലിക്കണിൻ്റെ പ്യുവർ ആയിട്ടുള്ള ആ ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള ആ ഒരു ഇരിക്കുന്ന ലാറ്റിസിനകത്ത് നമ്മൾ ഈ പറയുന്ന ഫോസ്ഫറസോ ബോറോൻ്റെയോ ആറ്റം കൊണ്ടുപോയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. ആ പരിപാടിയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക, ഈ ഡോപ്പിംഗ് എന്ന് പറയുന്നത് എങ്ങനെ വർക്ക് ആവുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ
നോക്കിക്കേ, ഇത് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. സിലിക്കണിൻ്റെ ആ ഒരു ലാറ്റിസ് ഇതിങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകളായിട്ടാണ് സിലിക്കൺ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 4 ഇലക്ട്രോണുകൾ പരസ്പരം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലാറ്റിസ് ആണ് ഇതിനകത്തുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള, ഉദാഹരണത്തിന് ഫോസ്ഫറസിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നു. ഫോസ്ഫറസിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാ? 15 അല്ലേ. 15 ആകുമ്പോഴത്തേക്കും 2, 8, 5 ഇങ്ങനെയാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഫോസ്ഫറസ് എന്ത് ചെയ്യും? ചുറ്റുമുള്ള സിലിക്കണ്ണുമായിട്ട് ഇങ്ങനെ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പോലും ഇതിനകത്ത് എക്സ്ട്രാ ഉള്ള 5ാമതായിട്ടുള്ള ആ ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺ ഇതാ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കും. ഈ ഇലക്ട്രോണ് ഇതിനകത്ത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നോക്കിയേ, ഇവിടെ ഈ ഒരു ഇലക്ട്രോണ് ഫ്രീ ആയിട്ട് അതിനകത്ത് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതന്നെയല്ലേ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫ്രീ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോണ് ഫ്രീ ആയിട്ടിരിക്കണം, അപ്പോൾ അതിനകത്തൂടെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടാവും. അതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ എക്സ്ട്രാ കിടക്കുന്ന ഇലക്ട്രോണ് എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് കൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇതിനകത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, ഇതിനകത്തൊരു എക്സ്ട്രാ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഇതിന് നെഗറ്റീവ് ചാർജാണ് ഇതിന് ലഭിച്ചിട്ടുള്ളത്. കാരണം എക്സ്ട്രാ ഒരു ഇലക്ട്രോണാണ് ഇരിക്കുന്നത്, ഒരു നെഗറ്റീവ് സാധനമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ ഉള്ള ഇത്തരത്തിലുള്ള കണ്ടക്ടറുകളെ നമ്മൾ എന്ത് വിളിക്കും? എൻ ടൈപ്പ് എന്ന് വിളിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അതുകൂടാതെ ഫോസ്ഫറസ് അല്ല എന്ന് വിചാരിക്കും, പകരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബോറോണിനെ ആഡ് ചെയ്യാം. ബോറോൺ എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ചുറ്റുപാടുമുള്ള 4 ഇലക്ട്രോണുകളുള്ള സിലിക്കണ്ണുമായിട്ട് അതിങ്ങനെ ഈ പറയുന്ന ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് സംഭവിച്ചു അല്ലേ. ഇത്തരത്തിൽ ഒരു കുറവ് സംഭവിച്ച് കഴിയുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യുന്നറിയോ, ഈ സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും, അപ്പോൾ ഇവിടെ ഫ്രീ ആയി. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് വരും, അപ്പോൾ ഇവിടെ ഫ്രീ ആയി. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. അങ്ങനെ ഈ ഇലക്ട്രോണുകളാണ് മൂവ് ചെയ്യുന്നത്, പക്ഷേ നമുക്ക് നോക്കുമ്പോഴത്തേക്കിനും ഈ ഹോളുകൾ, ഈ ഗ്യാപ്പുകൾ ഇതിനകത്തൂടെ മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇത്തരത്തിൽ ആവുമ്പോഴും എന്താ അതിനകത്ത് സംഭവിക്കുന്നത്? അൾട്ടിമേറ്റ്ലി ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണ് ചെയ്യുക. ഇലക്ട്രോൺ മൂവ് ചെയ്താൽ കണ്ടക്ടിവിറ്റി കാണിക്കും. ഇത്രേ ഉള്ളൂ സംഭവം. ഇത്തരത്തിൽ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു പോസിറ്റീവ് ചാർജ് അല്ലേ നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ളത്, ഒരു ഇലക്ട്രോണിൻ്റെ കുറവാണ് അവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ പി ടൈപ്പ് കണ്ടക്ടർ എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ ആണ് കൂടുതലുള്ളതെങ്കിൽ അത് എൻ ടൈപ്പ്, ഒരു ഹോളാണ് കൂടുതലുള്ളതെങ്കിൽ അത് പി ടൈപ്പുമാണ് ഉണ്ടാവുക. അപ്പം അതിനെ ആ ഒരു ആറ്റം രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ നമ്മളല്ലാതെ ഒരു എന്താ പറയുക, മനസ്സിലാവുന്ന തരത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണ് സംഭവിക്കുക? ഡോപ്പിംഗ് നടത്തി കഴിയുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ഫ്രീ ചാർജ് എക്സ്ട്രാ ആയിട്ട് വരും. ഇതിനകത്ത് കൂടെ ഒന്നുകിൽ എൻ ടൈപ്പ് അല്ലെങ്കിൽ പി ടൈപ്പ്. എൻ ടൈപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺസും പി ടൈപ്പ് ആണെങ്കിൽ ഹോൾസും അതിനകത്ത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തക്കതായിട്ട് ഇരിക്കും. അങ്ങനെ ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയിനെ ഇത് സഹായിക്കും. ഇങ്ങനെയാണ് നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫോമറുകൾ, ഇലക്ട്രോണിക് ഡിവൈസുകൾ, ഇതിനകത്തൊക്കെ നമ്മൾ പ്രധാനമായിട്ടും സിലിക്കണിനെ യൂസ് ചെയ്യും. ഫോട്ടോവോൾട്ടിക് സെല്ലുകൾ, അങ്ങനെയുള്ളതിനകത്തൊക്കെ നമ്മൾ സിലിക്കണിനെ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 25/2020 എന്ന് പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഗൺ മെറ്റൽ അലോയ്സ് കണ്ടെയ്ൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൺ മെറ്റൽ എന്ന് പറയുന്ന, ഗൺ മെറ്റലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അലോയ്ക്കകത്ത് എന്തൊക്കെ കണ്ടൻസ് ഉണ്ട്, അതിനകത്തുള്ള അടങ്ങിയിരിക്കുന്ന മെറ്റലുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് സിംപ്ലി പറഞ്ഞാൽ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് കോപ്പർ, ടിന്ന്, സിങ്ക് എന്നിവരാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗൺ മെറ്റൽ എന്ന് പറയുന്നത് ബ്രോൺസിൻ്റെ ഒരു അലോയ് ആണ്. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോപ്പർ ഉണ്ട്, ടിന്നുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, സിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബ്രോൺസ് എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ ബെൽ മെറ്റലായിട്ട്, ഗൺ മെറ്റലായിട്ട് അല്ലെങ്കിൽ മെഡലുകൾ നിർമ്മിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ കോപ്പറും ടിന്നും അതേപോലെ തന്നെ സിങ്കും ഉൾക്കൊള്ളുന്ന ടൈപ്പ് ഓഫ് ബ്രോൺസുകളെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഗൺ മെറ്റലായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 88% കോപ്പർ ഉണ്ടാവും, 10% ടിന്നുണ്ടാവും,
2% സിങ്കും ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ചെറിയ സ്മോൾ എമൗണ്ടിലൊക്കെ എന്തുണ്ടാവാറുണ്ട്, ലെഡും ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. ഈ പറയുന്ന ഗൺ മെറ്റലായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഗൺ മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇത് വളരെയധികം സ്ട്രോങ് ആയിരിക്കും. ഗൺ മെറ്റലായിട്ട് യൂസ് ചെയ്യില്ലേ, അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അതേപോലെ ഹൈലി റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ ആണ്. ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ തരം അറ്റ്മോസ്ഫിയറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് മെറ്റലുകൾ നശിക്കുന്ന ഒരു പ്രക്രിയ പറയുന്ന പേരാണ് കൊറോഷൻ അല്ലെങ്കിൽ ലോഹനാശനം എന്ന് പറയുന്നത്. ഈ പറയുന്ന കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു അലോയാണ് ഗൺമെറ്റൽ എന്ന് പറയുന്നത്. അതുകൂടാതെ സോൾട്ട് വാട്ടർ, സ്റ്റീം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള റിയാക്ഷനുകളെല്ലാം കുറച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഏൺഡ് ഇറ്റ്സ് നെയിം ബിക്കോസ് ഇറ്റ് വാസ് ഹിസ്റ്റോറിക്കലി യൂസ് ടു കാസ്റ്റ് കനോൺസ് ആൻഡ് ഗൺസ്. പഴയ കാലഘട്ടങ്ങളിൽ ഗണ്ണുകൾ ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ പീരങ്കി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന അലോ യൂസ് ചെയ്തിരുന്നത് കൊണ്ടാണ് അതിന് ഗൺ മെറ്റൽ എന്ന് പറയുന്ന ഒരു പേര് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് 25/2020 എന്ന് പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടറുടെ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് എന്താ നോക്കാം. ദ മെറ്റൽ ഷീറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫുഡ് കണ്ടെയ്നർ ഈസ്. ഫുഡിൻ്റെ കണ്ടെയ്നറുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽ ഷീറ്റുകൾ എന്തുകൊണ്ടുണ്ടാക്കിയവയാണ് എന്നാണ് ചോദ്യം. സ്റ്റെയിൻലെസ് സ്റ്റീലാണോ, കോപ്പറാണോ, ബ്രാസ് ആണോ, ടിന്നാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ടിന്നാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ടല്ലേ, പല സാധനങ്ങളും ടിന്നിലിട്ട് വെച്ചു, ടിന്നിലിട്ട് അടച്ചു വെച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ടിൻ എന്ന് പറയുന്നത് ഫുഡ് പോലെയുള്ള സാധനങ്ങളെയൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ പറയുന്ന മെറ്റൽ പാത്രങ്ങളുണ്ടല്ലോ, അതിനകത്തെ കോട്ടിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ആ മെറ്റൽ പാത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന മെറ്റലാണ് ടിന്ന് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത്, ഒട്ടുമിക്ക നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡിനകത്തും ഓർഗാനിക് ആസിഡുകൾ പ്രസൻ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ പുളിക്കകത്ത് ടാർട്ടാറിക് ആസിഡ് ഉണ്ട്, നാരങ്ങയ്ക്കകത്ത് സിട്രിക് ആസിഡ് ഉണ്ട്, നമ്മുടെ വിനാഗിരിക്കകത്ത് ആസിഡ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഓർഗാനിക് ആസിഡുകൾ ഈവൻ ദോ നമ്മളത് കൺസ്യൂം ചെയ്താൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്. പക്ഷെ നമ്മളിത് മെറ്റൽ കൊണ്ടുള്ള കണ്ടെയ്നറുകൾക്കകത്ത് സൂക്ഷിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? നമ്മളെപ്പോഴും ആസിഡിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പോയിന്റാണത്. ആസിഡുകൾ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ വാതകം പുറത്തു വിടുന്നു എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മളൊരു ഇരുമ്പിൻ്റെ ഒരു പാത്രം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പാത്രം നമ്മൾ എടുത്തിട്ട് അതിനകത്ത് ഈ പറയുന്ന ഓർഗാനിക് ആസിഡൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മളൊരു അച്ചാറൊക്കെ റെഡിയാക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ ഇട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാലക്രമേണ ഈ ഓർഗാനിക് ആസിഡ് ഈ പാത്രവുമായിട്ട് റിയാക്ട് ചെയ്ത് ഈ പറയുന്ന മെറ്റലിനകത്തുള്ള ആ ഒരു പോയിസണസ് സംഭവം അല്ലെങ്കിൽ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആ കെമിക്കൽ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റുകൾ ഈ ഫുഡിനകത്തേക്ക് ഇറങ്ങും. അതുമാത്രമല്ല, ഈ പാത്രം കാലക്രമേണ നശിച്ചു പോവുകയും ചെയ്യും. ഇതാണ് അവിടെ സംഭവിക്കുക. ഇങ്ങനെ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഓർഗാനിക് ആസിഡുകളുമായിട്ട് റിയാക്ട് ചെയ്യാത്ത ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ ആ മെറ്റലിനെ ഈ സ്റ്റീലിനകത്ത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ സെറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ളൊരു മെറ്റലാണ് ടിന്ന് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഈ ടിന്ന് എന്തുകൊണ്ടാണ് ഫുഡ് കണ്ടെയ്നറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നോൺ ടോക്സിക് ആണ്, അധികം വിഷകാരി അല്ലാത്ത ഒരാളാണ്. അതുകൂടാതെ വളരെയധികം കൊറോഷനുമായിട്ട് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കില്ല? ഈ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഫുഡിനകത്തേക്ക് പോയിസണസ് മാറ്റർ ഇറങ്ങില്ല. അപ്പോൾ വളരെയധികം കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആളാണ് ടിന്ന് എന്ന് പറയുന്നത്. ഇതുകൂടാതെ കെമിക്കലി ഇനേർട്ടാണ്, പെട്ടെന്നൊന്നും കെമിക്കൽ റിയാക്ഷനിലേക്ക് പങ്കെടുക്കാൻ മടി കാണിക്കുന്ന ആളാണ് ടിന്ന് എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതെന്ത് ചെയ്യില്ല, ഈ പറയുന്ന ഓർഗാനിക് ആസിഡുകളുമായിട്ട്, ഫുഡിലെ ഓർഗാനിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അങ്ങനെ ആ ഒരു ഫുഡിനെ ക്വാളിറ്റിയോടുകൂടിയും സേഫായിട്ടും സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രമായിരിക്കും, ആ പാത്രത്തിൻ്റെ അകംഭാഗം ടിന്നിൻ്റെ ഒരു ലെയർ വെച്ച് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ കോട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ടിൻ പ്ലേറ്റിംഗ് എന്നാണ് വിളിക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യില്ല, ഈ പറയുന്ന ഫുഡിൻ്റെ ആ ഒരു പാത്രം സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഫുഡിന് സ്റ്റീലുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരില്ല, ഫുഡ് തട്ടുന്നത് ടിന്നിനകത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഫുഡിനെ പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഇതും സെയിം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സോൾഡറിങ് അയൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോൾഡറിങ് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു മെറ്റലിൻ്റെ കോമ്പോസിഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ
നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സോൾഡർ ചെയ്യുന്ന സമയത്ത് എന്താണ് ആ പ്രോസസ്സ് എന്നും, അപ്പോൾ നമ്മൾ എന്താണ് അവിടെ നോക്കേണ്ടത്, ആ ഒരു മെറ്റലിൻ്റെ ആ ഒരു കോമ്പോണൻസിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ശ്രദ്ധിക്കേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. അതായത് ഈ സോൾഡറിങ് എന്ന് പറയുന്ന പരിപാടി തന്നെ ഇലക്ട്രോണിക് പാർട്ടുകളെയൊക്കെ പരസ്പരം ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോഴത്തേക്കിനും ഉരുകിയ ഒരു മെറ്റലിൻ്റെ ഒരു ദ്രാവകം അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഈ രണ്ട് പാർട്ടുകളെയും എന്ത് ചെയ്യണം, ഒട്ടിച്ച് നിർത്തണം. അപ്പോൾ എന്തൊക്കെ വേണം, ഇത് വളരെ ഡ്യൂറബിൾ ആയിരിക്കണം, ചെറിയ ടെമ്പറേച്ചറിൽ, അതായത് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി വെച്ച് ചൂട് കൊടുക്കുമ്പോഴത്തേക്കിനും ഉരുകാൻ പറ്റുന്ന ഒരു കോമ്പോണൻ്റ് ആയിരിക്കണം. ഇത് കൂടാതെ ഇതെന്തായിരിക്കണം, ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളെ നശിപ്പിക്കുന്നതായിരിക്കരുത്, ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി കാണിക്കുന്നവരായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് ഒട്ടിച്ച് വിട്ടു അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യില്ലെങ്കിൽ നമുക്ക് ഉപകാരമില്ലല്ലോ. അപ്പോൾ കണ്ടക്ടിവിറ്റി കാണിക്കുന്നവരായിരിക്കണം. ഇത് കൂടാതെ ഒരിക്കൽ ഉരുകി അവിടെ ഒട്ടിപ്പിടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവരുത്, പിന്നെ ഇളകി പോരരുത്, ഡ്യൂറബിൾ ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് സോൾഡറിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റലിൻ്റെ ആ ഒരു കോമ്പോണൻസിനെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതേസമയം അതിൻ്റെ പുറത്തുള്ള ആ ഒരു ലെയറിങ് സാധനമുണ്ടല്ലോ, സോൾഡറിങ് അയൺ, ആ ഒരു മിഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യമായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? ആലോചിച്ച് നോക്കിയേ. തീർച്ചയായിട്ടും ഇതിനകത്ത് നടക്കുന്ന ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ കുത്തിവെക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റിയിൽ നിന്നും ഉണ്ടാവുന്ന ആ ഒരു റെസിസ്റ്റിവിറ്റി കാരണം ഇതിനകത്ത് ചൂടുണ്ടാവുന്നു. ആ ചൂട് കാരണം ഇതിനകത്തുള്ള ആ ഒരു മെറ്റലിൻ്റെ ആ ഒരു മിക്സ്ചർ മെൽറ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള യന്ത്രഭാഗങ്ങളിലേക്ക് നമുക്ക് ആ മെറ്റലിൻ്റെ മിശ്രിതത്തെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള കോട്ടിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു മെറ്റലിൻ്റെ പാർട്ട് എങ്ങനത്തതായിരിക്കണം? ഹീറ്റിനെ കടത്തിവിടാൻ കപ്പാസിറ്റി ഉള്ളവൻ ആയിരിക്കണം അല്ലേ? എന്നാലല്ലേ ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയിൽ നിന്നും ഉണ്ടാകുന്ന ഹീറ്റ് ഈ പറയുന്ന മെറ്റലിൻ്റെ ആ കോമ്പോണൻസിലേക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ആ ഒരു കവറിങ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറോ അല്ലെങ്കിൽ കോപ്പറിൻ്റെ അലോയ്സോ ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം സോൾഡറിങ് അയൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് കോപ്പർ. ഇത് ഹീറ്റിൻ്റെ ഒരു എക്സലൻ്റ് കണ്ടക്ടറാണ്. നല്ല തെർമൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ആളാണ് കോപ്പർ എന്ന് പറയുന്നത്. നമ്മൾ കുക്കിംഗ് വെസൽസും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റലൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി കൊടുത്ത് ഹീറ്റ് അതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ ആ ഹീറ്റിനെ അതിനകത്തു കൂടെ ഈസിലി ഫ്ലോ ചെയ്യാനായിട്ട് അത് സഹായിക്കും. അങ്ങനെ ഈ ഹീറ്റ് ഈ സോൾഡറിങ്ങിൻ്റെ ടിപ്പിനകത്തേക്ക്, അതായത് ഈ ഉരുകാൻ തയ്യാറായി നിൽക്കുന്ന ആ മെറ്റലുള്ള ആ ഒരു പ്രദേശത്തേക്ക് എന്ത് ചെയ്യും, ഹീറ്റിനെ എത്തിക്കാനായിട്ട് ഈ കോപ്പർ സഹായിക്കും. അങ്ങനെ ഇതിനകത്തിരിക്കുന്ന ആ സോൾഡറിൻ്റെ മിശ്രിതം അതിനകത്ത് ഈസി ആയിട്ട് ഉരുകും. അങ്ങനെ ഉരുകി ക്ലീൻ ആയിട്ടുള്ള ഒരു ജോയിൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോൾഡറിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ പ്യുവർ കോപ്പർ ഒരു നല്ല ബെസ്റ്റ് കണ്ടക്ടർ ആണെങ്കിലും അത് മറ്റ് പല എലമെൻസുമായിട്ട്, മറ്റ് പല കെമിക്കൽസുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന സ്വഭാവം കാണിക്കുന്ന ആളാണ് നമ്മുടെ കോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോപ്പറിനെ എന്ത് ചെയ്യും, ഈ പറയുന്ന സോൾഡറിൻ്റെ ഫ്ലക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മോഡേൺ കാലഘട്ടത്തിൽ പിൽക്കാലത്തുള്ള ഈ സോൾഡർ അയണായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനകത്ത് കോപ്പറിനെ പ്യുവറായിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ കോപ്പറിൻ്റെ മറ്റ് അലോയ്സും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് കോപ്പറിനകത്ത് കുറച്ച് അയൺ അല്ലെങ്കിൽ നിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഡ്യൂറബിൾ ആയിട്ടുള്ള കോപ്പറിൻ്റെ അലോയിയെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോപ്പർ ആൻഡ് കോപ്പർ അലോയ്സ് എന്ന് ആയി മാറിയത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ സോൾഡറിനകത്ത് എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഫ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഒരു മിശ്രിതമാണ്. ഈ ടിന്നും ലെഡും കൂടെ ചേർന്ന് വരുന്ന ആ മിശ്രിതം ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ തന്നെ, അതായത് ഏകദേശം 185 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ തന്നെ എന്താകും, മെൽറ്റ് ആകുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ കറണ്ടിൽ കുത്തിവെച്ച് അതിനകത്തേക്ക് ഈ പറയുന്ന ടെമ്പറേച്ചർ എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, അതിനകത്ത് അത് അലിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള പാർട്ടുകളെ മെൽറ്റ് ചെയ്ത് ഇവിടെ എന്താ പറയുക, പേസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് പാർട്ടുകളിൽ നമ്മൾ ഈ സോൾഡറിനെ ആക്കി കഴിഞ്ഞാലും ആ ഇലക്ട്രോണിക് പാർട്ടിനെ നശിപ്പിക്കാണ്ട് അതിനെ പേസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ക്ലിയർ ആയല്ലോ? സോൾഡറിങ് അയൺ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇത് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനൊരു മെറ്റൽ ടിപ്പ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കി. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആ സോൾഡർ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റലിൻ്റെ കോമ്പിനേഷനാണ് ടിന്നും ലെഡും കൂടെ ചേർന്നത്. ക്ലിയർ ആയല്ലോ?
അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 17/2020 ഓൺലൈൻ പരീക്ഷയ്ക്ക് അസിസ്റ്റന്റ് ക്രെയിൻ ഡ്രൈവർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം. നോക്കാം നമുക്ക്. ബ്രാസ് ഈസ് ആൻ അലോയി ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രാസ് എന്തൊക്കെ സാധനങ്ങളുടെ അലോയി ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരം അറിയാം എന്താണ്. കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും അലോയി ആണ് ബ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബ്രാസിനെ സാധാരണഗതിയിൽ എവിടേക്കാണ് ഉപയോഗിക്കുക എന്നുള്ളത്. ബ്രാസ് എന്ന് പറയുന്ന ഒരു മെറ്റാലിക് അലോയി ആണ്. അതിനെ സാധാരണഗതിയിൽ കോപ്പറും അതേപോലെ തന്നെ സിങ്കും ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോപ്പറും സിങ്കും കൂടെ ചേരുന്ന സമയത്ത് നമുക്ക് സാധാരണഗതിയിൽ പ്യുവറായിട്ടുള്ള കോപ്പർ നമ്മൾ പല സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ പ്യുവറായിട്ടുള്ള കോപ്പർ നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും ഹൈലി കൊറോഷനുമായിട്ട് വിധേയമാകുന്ന ആളാണ് നമ്മുടെ പ്യുവർ കോപ്പർ. അപ്പോൾ പല സാഹചര്യത്തിലും കോപ്പറിനെ മറ്റ് മെറ്റൽസുമായിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഈ പറയുന്ന കോപ്പറിനെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബ്രാസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഗൺ മെറ്റലിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ബ്രാസ് അല്ല നമ്മൾ ബെൽ മെറ്റലിൽ ഉപയോഗിക്കാം. ഇത്തരത്തിൽ കമ്പോണൻസിന് ചെറിയ രീതിയിൽ അതിൻ്റെ പേഴ്സൻറ്റേജും ചെറിയ അളവുകളും ഈ പറയുന്ന ആളുകളെയും ഒക്കെ നമുക്ക് ചെറുതായിട്ട് ആൾട്ടർ ചെയ്തിട്ട് നമ്മുടെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബ്രാസിനെ നമുക്ക് കോമ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അങ്ങനെ, അല്ല ഈ പറയുന്ന ബെൽമെറ്റൽ ആയിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ മാറ്റി ഉപയോഗിക്കാനായിട്ട് പറ്റും. ബ്രാസ് എന്ന് പറയുന്നത് ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. കാരണം അതിന് ഒരുപാട് തരം പ്രോപ്പർട്ടീസ് ഉണ്ട്. പല സാഹചര്യങ്ങളിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ വിലമതിപ്പുള്ള ഒരു മെറ്റൽ അലോയി കൂടിയാണ് നമ്മുടെ ബ്രാസ് അല്ലെങ്കിൽ വെങ്കലം എന്ന് പറയുന്നത്. ഈ സാധനത്തിന് ഒരു ഗോൾഡ് പോലെയുള്ള ഒരു അപ്പിയറൻസ് ആണ് ഉള്ളത് കാണുമ്പോഴത്തേക്കിനും. അപ്പോൾ ഇത് കൊറോഷൻ റെസിസ്റ്റൻസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പല സാഹചര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ടും 3ാം സ്ഥാനം കിട്ടുമ്പോൾ കൊടുക്കുന്ന ബ്രാസ് മെഡൽ അല്ലേ, വെങ്കല മെഡൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ഗിറ്റാർ, വയലിൻ്റെ ഒക്കെ സ്ട്രിങ്ങുകൾ അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബ്രാസ് ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ ഡെക്കറേറ്റീവ് ഐറ്റംസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാറുണ്ട്, ഈ ബ്രാസിനെ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആയല്ലോ? ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണേ. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗാൽവനൈസ്ഡ് അയോൺ വിച്ച് ഈസ് കോട്ടഡ് വിത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അയണിനെ എന്തിനെ വെച്ച് കോട്ട് ചെയ്യുമ്പോഴാണ് അത് ഗാൽവനൈസ്ഡ് അയൺ ആവുന്നത് എന്നാണ് ചോദ്യം. ഇതും സെയിം പരീക്ഷയ്ക്ക് 17/2020 ഓൺലൈൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് സിങ്ക്? എന്തിനാണ് നമ്മൾ ഗാൽവനൈസേഷന് വേണ്ടിയിട്ട് സിങ്ക് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ സെയിം ആയിട്ടുള്ളൊരു ചോദ്യം നമ്മൾ പരിചയപ്പെടുന്നുണ്ടായി. അപ്പോൾ ഈ പറയുന്ന അയൺ എന്ന് പറയുന്ന സാധനം ഇൻഡസ്ട്രിയലി വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മെറ്റലാണ്. അപ്പോൾ ഈ അയൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. ഇപ്പം മിഷനുകളുടെ പാർട്ട് നിർമ്മിക്കുന്നത് മുതൽ പല സാഹചര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇരുമ്പിനെ വ്യാപകമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇരുമ്പിൻ്റെ ഏറ്റവും വലിയൊരു തിരിച്ചടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് കൊറോഷന് വലിയ രീതിയിൽ വിധേയമാണ്. ഉദാഹരണത്തിന് നമ്മൾ കപ്പലിൻ്റെ പാർട്ടുകളോ സാധനങ്ങളൊക്കെ വെറും ഇരുമ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. ഹൈലി കൊറോഷൻ സംഭവിക്കുന്ന ആളാണ് ഇരുമ്പ് അല്ലേ. അപ്പോൾ ഇതിനെ കടലിൽ മുക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കിനും എന്താണ് സംഭവിക്കുക, അതിനകത്ത് ഉപ്പുജലമുണ്ട്, അതുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ കപ്പലിൽ കൊണ്ടുപോകുന്ന പാർട്ടുകൾ അല്ലെങ്കിൽ പല മിഷനറീസിനകത്ത് ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ പാർട്ടുകൾ ഇതൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് കൊറോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പല മാർഗ്ഗങ്ങളും നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റും. കൊറോഷൻ എന്ന് പറയുന്ന പ്രധാനമായിട്ടും അന്തരീക്ഷത്തിലെ ജലമോ ഈർപ്പമോ ഒക്കെ ആയിട്ട് മെറ്റൽ റിയാക്ട് ചെയ്യുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് ഈ പരിപാടിയെ, ആ ഒരു കോണ്ടാക്റ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്ത് പെയിൻ്റ് അടിക്കാം, അല്ലെങ്കിൽ ചുണ്ണാമ്പ് തേക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന മിഷനറിക്കകത്ത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ പറയുന്ന സിങ്കിനെ വെച്ചിട്ട് അയണിനെ കോട്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം സിങ്ക് എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് അയണിനെക്കാട്ടിലും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ പറയുന്ന സിങ്ക് അന്തരീക്ഷവുമായിട്ട് അങ്ങ് പ്രവർത്തിക്കും. അങ്ങനെ അകത്തുള്ള അയണിനെ സിങ്ക് എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു, പറയുന്ന കൊറോഷൻ സംഭവിക്കാതെ സംരക്ഷിക്കുന്നു. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീലിൻ്റെ ആ ഒരു വർക്ക് പീസിനെ അല്ലെങ്കിൽ നമ്മുടെ അയണിൻ്റെ ആ ഒരു പീസിനെ നമ്മൾ മോൾട്ടൺ സിങ്കിനകത്ത് മുക്കിയിട്ട് സിങ്ക് വെച്ച് കോട്ട് ചെയ്തെടുക്കും. ആ പരിപാടിയാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് സിങ്കിനെ അയണിൻ്റെ മുകളിൽ പൂശുന്ന പരിപാടിയാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സിങ്ക്
സിങ്ക് ഒരു സാക്രിഫൈഷ്യലായിട്ട് പ്രവർത്തിക്കും, സാക്രിഫൈഷ്യൽ ആയിട്ടുള്ള ഒരു ആനോഡായിട്ട് അവിടെ പ്രവർത്തിക്കും. അങ്ങനെ എന്ത് സംഭവിക്കുന്നു, ഇതിനകത്തിരിക്കുന്ന ആ ഒരു അയണിനെ ഇത് എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു, കൊറോഷൻ സംഭവിക്കാതെ. അപ്പോൾ ഇവിടെ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹോട്ട് ഡിപ്പ് ഗാൽവനൈസിങ് ആണ്. അതായത് മോൾട്ടൺ ആയിട്ടുള്ള സിങ്കിനകത്ത് ഇരുമ്പിനെ മുക്കുക എന്നുള്ള പരിപാടിയാണ് സാധാരണഗതിയിൽ ചെയ്യാറ്. വെറുതെ അയൺ ഈ സബ്മേർജ്ഡ് ഇൻ എ ബാത്ത് ഓഫ് മോൾട്ടൺ സിങ്ക്, മോൾട്ടൺ സിങ്കിൻ്റെ പാത്രത്തിനകത്ത് അയണിനെ മുക്കിയിട്ടാണ് ഗാൽവനൈസേഷൻ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാറുള്ളത്. അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യമാണ്. ഇത് സെയിം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം ഉത്തരം എന്താണ് എന്നുള്ളത്. നെയിം ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. മെറ്റലുകളെ ചെറിയ വയറുകളായിട്ട് വലിച്ചു നീട്ടാൻ പറ്റുന്ന മെറ്റലുകളുടെ കപ്പാസിറ്റിയെ പറയുന്ന പേരെന്ത് എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ഓപ്ഷനകത്ത് മാലിബിലിറ്റി, ഹാർഡ്നെസ്, സ്റ്റിഫ്നെസ്, ഡക്റ്റിലിറ്റി ഇവയൊക്കെ തന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ മാലിബിലിറ്റി ആണെങ്കിലും ഹാർഡ്നെസ് ആണെങ്കിലും ഒക്കെ തന്നെ മെറ്റലുകളുടെ വിവിധങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളാണ്. ഈ കൂട്ടത്തിൽ മെറ്റലിനെ നമുക്ക് തിൻ വയറായിട്ട് വലിച്ചു നീട്ടാൻ പറ്റുന്ന കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്? മെറ്റലുകളെ നമുക്ക് തിൻ ഷീറ്റുകളായിട്ട് അടിച്ചു പരത്താൻ പറ്റുന്ന കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡക്റ്റിലിറ്റി ആണ് കേട്ടോ. അപ്പോൾ ഡക്റ്റിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്, ഒരു മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതിനെ സ്ട്രെച്ച് ചെയ്ത് ചെറിയ വയറുകളായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും, ബ്രേക്ക് ചെയ്ത് പോവാതെ. ആ ഒരു സ്വഭാവത്തെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷനിലുള്ള മറ്റ് കാര്യങ്ങളും മെറ്റലുകളുടെ സ്വഭാവങ്ങളാണ്. മെറ്റലുകൾക്ക് ഇത്തരത്തിൽ നോൺ മെറ്റലിനെ അപേക്ഷിച്ച് കുറേയധികം പെക്യുലിയാരിറ്റീസ് ഉണ്ട്. അത് തന്നെയാണ് മെറ്റലിനെ ഇത്രയും വ്യാപകമായിട്ട് നമ്മൾ പല സാഹചര്യങ്ങളിലും യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഡക്റ്റിലിറ്റി നമ്മൾ പറഞ്ഞു. ഓപ്ഷൻ എയിലെ സംഭവം എന്ന് പറയുന്നത് മാലിയബിലിറ്റിയാണ്. എന്താണ് ഇത്? മെറ്റലുകളെ അടിച്ചു പരത്തി അതിനെ തിൻ ഷീറ്റുകളായിട്ട് മാറ്റാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചോക്ലേറ്റോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അത് പൊതിഞ്ഞു വരുന്ന അലുമിനിയം ഫോയില് അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഷീറ്റുകൾ, തകര ഷീറ്റ്, ഈ സാധനങ്ങളൊക്കെ എന്താണ്? ഒരു ബ്ലോക്ക് ഓഫ് മെറ്റലിനെ അടിച്ചു പരത്തിയിട്ട് തിൻ ഷീറ്റാക്കി മാറ്റിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് മെറ്റലുകളുടെ മാലിയബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന കപ്പാസിറ്റിയാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് വലിച്ചു നീട്ടി ചരടാക്കാൻ പറ്റുന്ന കപ്പാസിറ്റി. ഇതുകൂടാതെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് മെറ്റലുകളുടെ പ്രധാനമായിട്ടുള്ളൊരു കപ്പാസിറ്റിയാണ്. അതായത് ഈ പറയുന്ന മെറ്റലുകളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഇതിനെ നശിപ്പിച്ച് കളയാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാർഡായിട്ടിരിക്കും. നല്ല ശക്തിയുള്ള സാധനങ്ങളായിരിക്കും മെറ്റലുകൾ എന്ന് പറയുന്നത്. ഇതിനൊരു അപവാദമായിട്ട് നമുക്ക് സോഫ്റ്റ് മെറ്റൽസ് ഉണ്ട്. നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് പറയുന്ന ആൽക്കലി മെറ്റൽസ് അല്ലേ, ആൽക്കലി മെറ്റലുകളിൽ ലിഥിയം, സോഡിയം ഇങ്ങനെയുള്ള ആളുകളൊക്കെ സോഫ്റ്റ് മെറ്റൽസ് ആണ്. അതായത് നമ്മളൊരു കത്തി ഉപയോഗിച്ച് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന മെറ്റലുകളാണ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ അവർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സ്വഭാവമാണ് അവർ കാണിക്കുന്നത്, നമുക്ക് മുറിക്കാനായിട്ട് പറ്റും. അതർ ദാൻ ദാറ്റ് ബാക്കിയുള്ള മെറ്റലുകളൊക്കെ ഹാർഡ്നെസ് കാണിക്കുന്നു, ബലമുള്ളവരാണ്. സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഒരു മെറ്റലിന് അതിൻ്റെ ഒരു എലാസ്റ്റിക് ഡിഫോമേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഈ പറയുന്ന സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ മെറ്റലുകൾ കാണിക്കുന്ന മറ്റ് സ്വഭാവമാണ് സൊണോറിറ്റി. നമ്മൾ സ്കൂളിൽ ബെല്ലടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മണി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മെറ്റൽ കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ ബെൽ മെറ്റൽ പഠിക്കുകയുണ്ടായി. അപ്പോൾ അതെന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു ബലമുള്ള സാധനം വെച്ച് തട്ടുന്ന സമയത്ത് ശബ്ദമുണ്ടാക്കാനുള്ള മെറ്റലിൻ്റെ കപ്പാസിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? സൊണോറിറ്റി എന്ന് പറയുന്നത്. അടുത്തൊരു സ്വഭാവമാണ് മെറ്റാലിക് ലസ്റ്റർ. നമ്മൾ പുതുതായി വാങ്ങിക്കൊണ്ടുവന്ന ആഭരണങ്ങൾക്കൊക്കെ നല്ല തിളക്കുണ്ടാവും അല്ലേ? ഇതേപോലെ തന്നെ ഏതൊരു മെറ്റലിനെയും നമ്മൾ ഫ്രഷ്ലി കട്ട് ചെയ്താൽ ഫ്രഷ്ലി കട്ടഡ് സർഫസ് ഓഫ് മെറ്റൽ വിൽ ഷൈൻ. ആ ഷൈൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് മെറ്റാലിക് ലസ്റ്റർ. മെറ്റലുകൾ പൊതുവേ അന്തരീക്ഷവുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് കാരണം ഈ പറയുന്ന ലോഹങ്ങളൊക്കെ തന്നെയും എന്ത് ചെയ്യുന്നു? ഫ്രഷ്ലി കട്ടാക്കി അവിടെ വെച്ച് കഴിഞ്ഞാലും അത് അന്തരീക്ഷവുമായിട്ട് റിയാക്ട് ചെയ്ത് ആ ഒരു തിളക്കം ക്രമേണ മങ്ങുന്നു. അതേസമയം റിയാക്ഷൻ കുറവുള്ള നോബിൾ മെറ്റൽ പോലെയുള്ള ആളുകൾ അത്തരത്തിൽ റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യില്ല, വളരെ പതുക്കെയേ നിറം മങ്ങുള്ളൂ അല്ലെങ്കിൽ മങ്ങുക തന്നെ ഇല്ല. അതുകൊണ്ടാണ് റിയാക്ടിവിറ്റി സീരീസിൽ താഴെയായിട്ടുള്ള നോബിൾ മെറ്റലുകളെ നമ്മൾ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ?
ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. എട്ടാമത്തെ ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യവും സെയിം പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താ ചോദ്യം നോക്കാം. ഹൈ കാർബൺ സ്റ്റീൽ കണ്ടെയ്ൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ SCERT പാഠപുസ്തകത്തിനകത്ത് മെറ്റലുകളെ നിർമ്മിക്കുന്ന ലോഹ നിഷ്കർഷണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് വിവിധങ്ങളായിട്ടുള്ള അലോയികൾ അല്ലെങ്കിൽ നമ്മൾ ഹെമറ്റൈറ്റിൽ നിന്നും അയണിനെ നിർമ്മിച്ച ശേഷം ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള ടൈപ്പ് ഓഫ് അയൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ സ്റ്റീലിനകത്ത് അടങ്ങുന്ന കാർബൺ സ്റ്റീൽസ് എന്നൊക്കെ പറയുന്ന കാര്യം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 0.8 to 1.5% എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കാർബൺ സ്റ്റീൽ, അതിനകത്തെ പെർസെൻറ്റേജ് നോക്കാം. കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് സ്റ്റീലിനകത്ത് കാർബൺ കണ്ടന്റ് അടങ്ങുന്ന ആളുകളാണ് കാർബൺ സ്റ്റീൽസ്. പ്രധാനമായിട്ടും ഓപ്ഷനിൽ പറഞ്ഞ പോലെ 0.8 മുതൽ 1.5% വരെ കാർബൺ സ്റ്റീലിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് കാർബൺ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യും തോറും ഈ സ്റ്റീല് കുറച്ചും കൂടെ ഹാർഡറും സ്ട്രോങ്ങറും ആയിട്ട് മാറും. പക്ഷേ അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ കാർബൺ എന്ന് പറയുന്നത് നോൺ മെറ്റൽ അല്ലേ. അപ്പോൾ മെറ്റലിൻ്റെ സ്വഭാവങ്ങൾ കുറഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ വളയ്ക്കാനും തിരിക്കാനുമുള്ള ഒരു കപ്പാസിറ്റി മാറിയിട്ട് ഇത് കുറച്ചും കൂടെ ബ്രിട്ടിലാകും. അതിനെ വെൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടും മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് ബലം വർദ്ധിപ്പിക്കാൻ, സ്റ്റീലിൻ്റെ ബലം വർദ്ധിപ്പിക്കാൻ അതിനകത്ത് നമുക്ക് കാർബണും ചേർക്കണം. എന്നാൽ കാർബൺ ചേർത്ത് ലാസ്റ്റ് ഇതിനെ വെൽഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഇത് ഇങ്ങനെ തിരിക്കുമ്പോൾ അത് ഒടിയുന്ന ബ്രിട്ടിലായി മാറരുത്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. മെറ്റലുകളെ നമുക്കിങ്ങനെ എന്താ പറയുക, ചൂട് അല്ലെങ്കിൽ ബലമൊക്കെ കൊടുത്തിട്ട് നമുക്കിങ്ങനെ വളച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷേ നോൺ മെറ്റലിൻ്റെ ഒരു സാധനം, ഇപ്പോൾ വുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ വളയ്ക്കാൻ പറ്റുമില്ല, അത് പൊട്ടിപ്പോകും അല്ലേ. ആ സ്വഭാവമാണ് ബ്രിട്ടിൽനെസ്. അപ്പോൾ കാർബണിനെ ആഡ് ചെയ്ത് സ്ട്രോങ്ങർ ആകുന്നതോറും എന്ത് സംഭവിക്കും? സ്റ്റീല് ബ്രിട്ടിലാകും. അപ്പോൾ ഇതിനെ ബ്രിട്ടിലാക്കാനും പാടില്ല, എന്നാൽ സ്ട്രോങ്ങും ആയിരിക്കണം. ആ ഒരു അളവുണ്ടല്ലോ, ആ അളവാണ് ഈ പറയുന്ന അളവ്. മാക്സിമം നമുക്ക് ഇത്രയും കാർബണാണ് അതിനകത്ത് ചേർക്കാനായിട്ട് പറ്റുക. ഇതാണ് ഹൈ കാർബൺ സ്റ്റീല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോ കാർബൺ സ്റ്റീലുകളുണ്ട്, അതായത് മൈൽഡായിട്ടുള്ള സ്റ്റീലുകൾ. ഇത് നമ്മൾ സാധാരണഗതിയിൽ 0.30% കാർബൺ അടങ്ങുന്നവയാണ് ലോ കാർബൺ സ്റ്റീൽസ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടെ ഡക്റ്റൈലായിരിക്കും, ഈസി ടു ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ബലം ഹൈ കാർബൺ സ്റ്റീലിൻ്റെ അത്രയും ബലം ഉണ്ടാവില്ല, ഹാർഡ്നെസ് ഉണ്ടാവില്ല, പക്ഷേ വെൽഡ് ചെയ്യാനും വളയ്ക്കാനും ഒക്കെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇത് കൂടാതെ മീഡിയം കാർബൺ സ്റ്റീൽസ് ഉണ്ട്. ഇതിനകത്ത് 0.30 to 0.60% ആണ് നമ്മൾ സാധാരണഗതിയിൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്ട്രെങ്ത്തും ഡക്റ്റിലിറ്റിയും ഒരേപോലെ മാനേജ് ചെയ്യുന്ന ആളുകളാണ് മീഡിയം കാർബൺ സ്റ്റീൽസ്. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യാനുസരണം ലോ കാർബൺ ആണോ മീഡിയം കാർബൺ ആണോ എന്നുള്ളത് നോക്കി നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഉപയോഗിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹൈ കാർബൺ സ്റ്റീലുകളെ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മില്ലിംഗ് മെഷീനുകളിൽ, കട്ടിംഗ് ടൂളുകളിൽ, കാരണം ഹൈ കാർബൺ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ബലമുണ്ട് അല്ലേ, ഹാർഡ്നെസ് ഉണ്ട്, അതുകൊണ്ട് കട്ടിംഗ് ടൂളുകളിൽ, ചിസൽസുകളിൽ, അതേപോലെ തന്നെ ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള വയറുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ഒക്കെ തന്നെയും ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷൻസ് ഫൈനായിട്ടുള്ള മൈക്രോ സ്ട്രക്ചർ അതിനാവശ്യമുണ്ട്, അതിന് നല്ല രീതിയിലുള്ള ടഫ്നെസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ഹൈ കാർബൺ സ്റ്റീലുകളെ ഇതിനകത്ത് ഉപയോഗിക്കാറുള്ളത്. 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെ. സെയിം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇത്. ചോദ്യം ഇതാണ്, ഗലീന ഈസ് ദ ഓർ ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർ എന്താണ്, മിനറൽ എന്താണ് എന്നുള്ളത് കഴിഞ്ഞു പോയ ക്ലാസ്സുകളിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഗലീന എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ള ഏത് മെറ്റലിൻ്റെ ഓറാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ലെഡാണ്, ലെഡിൻ്റെ ഓറാണ് ഗലീന എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഗലീന എന്ന് പറയുന്നത് ലെഡ് സൾഫൈഡ് എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ സാധനത്തിനെയാണ് നമ്മൾ ഗലീന എന്ന് പറയാം. നോക്കിയേ, ലെഡ് സൾഫൈഡ്. അപ്പോൾ ഈ ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയുന്നത് ഈ പറയുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളെ എടുത്ത് കളഞ്ഞിട്ട് മെറ്റലിനെ മാത്രം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഓറിനെ ഈ പറഞ്ഞ മെറ്റലർജിക്ക് വിധേയമാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ പ്യൂറസ്റ്റ് ആയിട്ടുള്ള മെറ്റലിനെ എടുക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, ലെഡ് സൾഫൈഡിൽ നിന്നും ഈ സൾഫൈഡിനെ ഒഴിവാക്കിയാൽ ബാക്കി നമുക്ക് ആവശ്യമുള്ള ലെഡ് കിട്ടും അല്ലേ. ഇത്തരത്തിലുള്ള ഓറാണ് എന്തെന്ന് പറയുന്നത്, ഗലീന എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ലെഡിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓറാണ് ഗലീന. ഇത് കൂടാതെ ഇത് ഈസിലി റെക്കഗ്നൈസബിൾ ബൈ ഇറ്റ്സ് മെറ്റാലിക് ലെഡ് ഗ്രേ കളർ. ഇതിനൊരു ലെഡ് ഗ്രേ അതേപോലെ തന്നെ മെറ്റാലിക് ആയിട്ടുള്ള ഒരു കളറാണ്
ആണ് അതിനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഗലീനെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന് ക്രിസ്റ്റലൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, ക്യൂബിക് ഷേപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ ഓപ്ഷനകത്ത് തന്നിട്ടുള്ള അലുമിനിയം അല്ലേ, അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഓറാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോയിന്റാണ്. ഇത് കൂടാതെ ഓപ്ഷനിൽ നമുക്ക് കോപ്പർ തന്നിട്ടുണ്ട്. കോപ്പറിൻ്റെ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന കുറേയധികം ഓറുകളുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് പറയാം ചാൽക്കോ പൈറൈറ്റ്, ഇതൊക്കെ എന്താ പറയുക, ചാൽക്കോസൈറ്റ്, ഇതൊക്കെ തന്നെ കോപ്പറിൻ്റെ ഓറുകളാണ്. ഇത് കൂടാതെ ടിന്ന് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട് അല്ലേ. ടിന്ന് എന്ന് പറയുന്നത് എന്താണ്? ഇത് പ്രധാനമായിട്ടും കാസിറ്ററൈറ്റ് എന്ന് പറയുന്ന ഓറിൽ നിന്നും ടിൻ സ്റ്റോൺ എന്ന് പറയുന്ന ഓറിൽ നിന്നും ടിന്നിനെ വേർതിരിക്കാനായിട്ട് സാധിക്കും. ഗലീനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണെന്നുള്ളത്. ഇത് കൂടാതെ ഇത് സിഗ്നിഫിക്കൻറ്റ് സോഴ്സ് ഓഫ് സിൽവർ ആസ് എ സിൽവർ ഓഫൺ ഒക്കേഴ്സ് ആസ് ഇമ്പ്യൂരിറ്റി വിത്തിൻ ദ ലെഡ് സൾഫൈഡ് ക്രിസ്റ്റൽസ്. പൊതുവേ നമ്മുടെ ഈ ലെഡ് സൾഫൈഡിൻ്റെ, അതായത് ഗലീനയുടെ ക്രിസ്റ്റലിനകത്ത് ഒരു ഇമ്പ്യൂരിറ്റി ആയിട്ട് സിൽവർ ട്രാപ്പായിട്ട് കിടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെറ്റലർജി നടക്കുന്ന സമയത്ത് അതിൽ നിന്നും ഈ സിൽവറിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് എടുത്ത് സിൽവറിൻ്റെ ഒരു സോഴ്സായിട്ട് കൂടെ ഗലീനയെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. ക്ലിയർ ആയല്ലോ? 10ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ സെയിം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ബൈ വിർച്യൂ ഓഫ് വിച്ച് ദേ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വയേഴ്സ് ഈസ് ഓൾസോ നോൺ എസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ചു മുമ്പ് കണ്ടിട്ടുള്ള ചോദ്യമല്ലേ, കുറച്ചു മുമ്പ് എന്നല്ല, സെയിം പരീക്ഷാ പേപ്പറിനകത്ത് നമ്മൾ കണ്ട ചോദ്യമാണ്. അപ്പോൾ നോക്കിയേ, ഈ പറയുന്ന പ്രോപ്പർട്ടി എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഒരേ ചോദ്യപേപ്പറിൽ തന്നെ ഈ സാധനം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ മെറ്റൽ എന്നുള്ളത് പഠിച്ചു പോയതിനന്ന് ഒരു നല്ല കാര്യമായി അല്ലേ, 2 ചോദ്യങ്ങൾ ഒരേപോലെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മെറ്റലിനെ തിൻ വയേഴ്സാക്കി മാറ്റാൻ പറ്റുന്ന ആ ഒരു സ്വഭാവത്തെ പറയുന്ന പേരെന്ത് എന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഡക്റ്റിലിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് മാലിയബിലിറ്റിയെ പറ്റിയിട്ടും അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ടഫ്നെസ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതുകൂടാതെ എന്താണ് ബ്രിട്ടിൽനെസ് എന്നും നമ്മൾ പറയുകയുണ്ടായി. ഇപ്പോൾ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റലുകളെ തിൻ വയറാക്കിയിട്ട് വലിച്ചു നീട്ടാനുള്ള ഒരു കപ്പാസിറ്റിയെയാണ് എന്ത് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നോക്കാനായിട്ട് നമ്മുടെ ഗോൾഡ്, പ്ലാറ്റിനം തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ ഹൈലി ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റലുകളാണ്. പ്രധാനമായിട്ടും പ്ലാറ്റിനം ഒക്കെ തന്നെ ഇത് ഭയങ്കരമായിട്ട് ഡക്റ്റിലിറ്റി കാണിക്കുന്ന മെറ്റലുകളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ തിൻ വയറാക്കി മാറ്റിയിട്ട് നല്ല ഡിസൈനുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ഡിസൈനുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? ഹൈലി ഡക്റ്റൈലാണ്. നല്ല രീതിയിൽ വലിച്ചു നീട്ടാനായിട്ടുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? പ്ലാറ്റിനത്തിനും അതേപോലെ തന്നെ ഗോൾഡിനും ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അതിനെ ഒരു ഹാമർ വെച്ച് അടിച്ച് പരത്തി ഒരു ഷീറ്റാക്കി വെക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ആണെന്ന് പറയുക മാലിയബിലിറ്റി എന്ന് പറയുക. നമ്മുടെ ഗോൾഡിന് നല്ല രീതിയിൽ മാലിയബിലിറ്റി കാണിക്കുന്ന ഒരു മെറ്റലാണ് എന്താ പറയുക, ഗോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതുകൂടാതെ ഓപ്ഷനിൽ നമുക്ക് ടഫ്നെസ് തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വുഡൊക്കെ പോലെ തന്നെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന ആളല്ല നമ്മുടെ മെറ്റലുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഫ്രാക്ചർ അതിന് സംഭവിക്കില്ല. ഈ പറയുന്ന പ്രഷറിനോട് അതിന് റെസിസ്റ്റൻസ് കാണിക്കും, ബ്രേക്ക് ആവില്ല. ആ സ്വഭാവമാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ബ്രിട്ടിൽനെസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. നോൺ മെറ്റൽ ആയിട്ടുള്ള സാധനങ്ങളെ നമ്മളിങ്ങനെ പൊട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അടിച്ചു കഴിഞ്ഞാൽ ഒക്കെ പൊട്ടിപ്പോകുന്ന ആ ഒരു സ്വഭാവമാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ചോദ്യപേപ്പറിൽ തന്നെ ഒരു ചോദ്യവും കൂടെ ഈ ഭാഗത്ത് നിന്നും മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് 11ാമത്തെ ചോദ്യമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ ചോദ്യം ഇതാണ്. നിക്രോം ഈസ് ആൻ അലോയ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിക്രോം എന്ന പേരിൽ അറിയപ്പെടുന്ന അലോയിൽ ആരൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് നിക്കലും അതേപോലെ തന്നെ ക്രോമിയവുമാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാണ് നിക്രോം, നിക്കലും ക്രോമിയവും. ഇവർ രണ്ടുപേരും അടങ്ങിയിട്ട് ഉണ്ടാകുന്ന ആ ഒരു നിക്രോം എന്ന് പറയുന്ന അലോയുടെ സ്വഭാവം എന്താണ്? നമുക്കറിയാം, തേപ്പ് പെട്ടി അല്ലെങ്കിൽ ഹീറ്റർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അതിനകത്തുകൂടെ ഹീറ്റ് കടന്നു പോകാനുള്ള കപ്പാസിറ്റി വേണം. അതായത് നമ്മൾ കറണ്ടിൽ കുത്തിയിട്ടിരിക്കുന്നു, കുറേ നേരം കറണ്ട് ഇങ്ങനെ കടന്നു പോയി കഴിയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ആ ഒരു മെറ്റലിന് ഹൈ റെസിസ്റ്റിവിറ്റി ആയതുകൊണ്ട് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാനുള്ള സ്വഭാവം കാണിക്കാതെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ക്രമേണ ഈ ഇലക്ട്രിസിറ്റിയിൽ നിന്നുമുള്ള ഇലക്ട്രിക്കൽ ഫോഴ്സ്, ആ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിലുണ്ടാവുന്ന ആ ഒരു ഹീറ്റ് എനർജി നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അയൺ ബോക്സ് ആയിട്ടോ അതേപോലെ തന്നെ വെള്ളം ചൂടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്ററുകളായിട്ടോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ അയൺ ബോക്സിനകത്തൊക്കെ തന്നെയും ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി, അതായത് കറണ്ട് വരുമ്പോഴത്തേക്കിനും ഹൈ റെസിസ്റ്റിവിറ്റി കാരണം സ്വയം ചുട്ടുപഴുത്ത് ചൂടാകാനുള്ള കപ്പാസിറ്റി ഉള്ള മെറ്റലുകളെയാണ്, ആ ഒരു മെറ്റൽ അലോയിയാണ് നമ്മുടെ നിക്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ സ്വഭാവം വേണം? തീർച്ചയായിട്ടും ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കേണ്ടത് കൊണ്ട് റെസിസ്റ്റിവിറ്റി വേണം, ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം, പിന്നെന്താണ്, ഹീറ്റ് വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് മെൽറ്റായി പോകരുതില്ലേ, സ്വയം അങ്ങോട്ട് മെൽറ്റായി അങ്ങോട്ട് ആ ചൂട് കാരണം പോകരുത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം, മെൽറ്റിംഗ് പോയിന്റ് വളരെയധികം കൂടുതലായിരിക്കണം. ഈ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അലോയിനെ എടുത്ത് ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കാം. ഈ സ്വഭാവമൊക്കെയുള്ള ആ ഒരു ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന അലോയിയാണ് നിക്രോം. അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് നിക്കലും അതേപോലെ തന്നെ ക്രോമിയവും ആണ്. നിക്രോം എന്ന് പറയുന്നത് നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു അലോയാണ്. നിക്കലും ക്രോമിയവുമാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. 80% നിക്കൽ ഉണ്ടെങ്കിൽ 20% ക്രോമിയമാണ് നിക്രോമിനകത്ത് അടങ്ങിയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹീറ്റിംഗ് എലമെൻറ്റുകളായിട്ട്, അതേപോലെ ഇലക്ട്രിക് ഹീറ്ററുകളിൽ, ടോസ്റ്ററുകളിൽ, ഹെയർ ഡ്രൈനകത്ത് ഒക്കെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന നിക്രോമിനെ യൂസ് ചെയ്യാറുണ്ട്. ഇതിന് ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണുള്ളത്, ഹൈ മെൽറ്റിംഗ് പോയിന്റുമാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചർ കാരണം ഇന്ന് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ആ ഒരു ഔട്ടർ ലെയർ ഓഫ് ക്രോമിയം ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തിരിക്കുന്ന ഈ ഒരു ഹീറ്റിംഗ് കോയിൽ എന്ത് ചെയ്യുന്നു, ചൂടായിട്ട് മാറുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, മെൽറ്റിംഗ് പോയിന്റും കൂടുതലാണ്. അതുകൂടാതെ ഇതിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്, ഈ പറയുന്ന ഒരു ക്രോമിയം അടങ്ങിയിട്ടുമുള്ളത് കാരണം കൊണ്ട് നിക്രോം എന്ത് ചെയ്യുന്നു, സ്വയം ഓക്സിഡൈസ് ആയി എയറിൽ കൊറോഷൻ സംഭവിച്ച് പോവുകയും ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നും ഉള്ള 2020 ചോദിച്ചിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 11 ചോദ്യങ്ങളോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിലും കൂടെ മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാകും. ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.